പാലക്കാട്ടും കോട്ടയത്തും അപരന്മാർക്ക് തിരിച്ചടി. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെയും പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെയും അപരന്മാരുടെ പത്രിക തള്ളി. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ്, ഫ്രാൻസിസ് E ജോർജ് എന്നിവരുടെ പത്രികയും പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി A വിജയരാഘവന്റെ പത്രികയുമാണ് തള്ളിയത്. പ്രശാന്ത് തോട്ടുങ്കൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. പ്രശാന്ത് തോട്ടുങ്കൽ, അപരന്മാർ പണി തരുമോ എന്നുള്ളൊരു പേടി ഫ്രാൻസിസ് ജോർജിനുണ്ടായിരുന്നു. മനഃപൂർവ്വം കൊണ്ടുവന്ന് മറ്റേതോ വാർഡിൽ നിന്നൊക്കെ ആരുടെയൊക്കെയോ പേര് ചേർത്ത് ഒപ്പിട്ട് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് ഫ്രാൻസിസ് ജോർജ് ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. ആ ടെൻഷനൊക്കെ മാറിയോ ഇപ്പോൾ? എന്തായാലും കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയുടെ ടെൻഷനാകെ മാറിയിരിക്കുന്നു സുജയ. അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം രാവിലെ നമ്മൾ അദ്ദേഹവുമായി മുഖാമുഖം കാണുമ്പോൾ അപരന്മാർ ഏതു തരത്തിൽ ശല്യമുണ്ടാക്കും എന്നുള്ളൊരു പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. പരാജയ ഭീതി കൊണ്ടാകാം ഒരുപക്ഷെ LDF CPM-ൻ്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും പ്രവർത്തകരെ അപരന്മാരെ രംഗത്തിറക്കിയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ഫ്രാൻസിസ് ജോർജ്, ഫ്രാൻസിസ് E ജോർജ് എന്നീ പേരിലായിരുന്നു 2 പത്രികകൾ സമർപ്പിച്ചത്. അതിൽ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി കൂവപ്പള്ളി സ്വദേശിയും CPM-ൻ്റെ പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് എന്ന ഒരു വാദമായിരുന്നു കോൺഗ്രസ് ഉയർത്തിയത്. ഒപ്പം ഫ്രാൻസിസ് E ജോർജ് ആകട്ടെ തൃശ്ശൂർ ഒല്ലൂർ സ്വദേശിയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. ഇരുവരുടെയും പത്രികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉന്നയിച്ചു UDF. ഇരുവരും 2 പാർട്ടികളുടെയും മെമ്പർമാരാണ്. ഇവർ ഇത്തരത്തിൽ പത്രിക നൽകിയിരിക്കുന്നു. മാത്രമല്ല ഇവർ പത്രികയിൽ നൽകിയിരിക്കുന്ന പേരുകൾ വ്യാജമാണ്. ആ പേരുകൾ ഒപ്പുകൾ വ്യാജമാണ്. അതുകൊണ്ട് തന്നെ ഈ പത്രിക സ്വീകരിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തി. അങ്ങനെ പത്രികയിലെ ഒപ്പ് വ്യാജമാണെന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരണാധികാരി പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ ഒപ്പിട്ടവരെ വരണാധികാരിക്ക് മുമ്പിൽ കൊണ്ടുവരണം, ഇന്ന് 4 മണിക്കുള്ളിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു കാര്യം സൂക്ഷ്മ പരിശോധനയ്ക്കിടെ അറിയിച്ചിരുന്നു. എന്നാൽ ഇരു സ്ഥാനാർത്ഥികൾക്കും ഇവരെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പുകൾ വ്യാജമെന്ന നിഗമനത്തിലാണ് പത്രിക തള്ളിയത്. എന്തായാലും UDF ഉയർത്തിയ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വ്യാജരേഖ ചമച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുക്കണം, ഇരു സ്ഥാനാർത്ഥികൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും UDF മുന്നോട്ട് വെച്ചത്. അതേസമയം പാലക്കാട് നിന്നും A വിജയരാഘവന് ആശ്വസിക്കാവുന്ന ഒരു വാർത്തയുമുണ്ട്. A വിജയരാഘവനെതിരെ ചെർപ്പുളശ്ശേരി സ്വദേശിയായിട്ടുള്ള A വിജയരാഘവൻ എന്നൊരു വ്യക്തി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. എന്നാൽ ഇതും ഇപ്പോൾ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ വാർത്ത. അതുകൊണ്ട് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ മുഖത്തും ഒപ്പം പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ മുഖത്തും നമുക്ക് ഒരു പുഞ്ചിരി കാണാൻ കഴിയും. ഓക്കെ, പ്രശാന്ത് തോട്ടുകളുടെ മുഖത്ത് ഞാൻ ആ പുഞ്ചിരി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഫ്രാൻസിസ് ജോർജുമാരുടെ എല്ലാം പ്രതികരണം എടുക്കാൻ നമ്മൾ ഓടിക്കുമായിരുന്നല്ലോ, അത് ഒഴിവായ ഒരു സന്തോഷം പ്രശാന്തിനുണ്ടല്ലേ? തീർച്ചയായിട്ടും സുജയ. ഓക്കെ, താങ്ക് യു പ്രശാന്ത്.